السلام عليكم ورحمة الله وبركاته. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ പ്രിയം നിറഞ്ഞ ബഹുമാന്യരായ സീറ പഠിതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനുള്ള തഖ്വ സൂക്ഷ്മത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും ബോധപൂർവം തന്നെ ശീലിച്ചെടുത്ത് അത് ജീവിതത്തിൽ പാലിച്ച് നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ മുത്തഖീങ്ങളായി കണ്ടുമുട്ടാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തിനെ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിലെ ശാരീരികമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളോടുള്ള പ്രവാചകന്റെ പെരുമാറ്റങ്ങളും അങ്ങനെയുള്ള ചില ചരിത്ര സന്ദർഭങ്ങളുമാണ്. ഓരോ വിഭാഗം ആളുകളോട് അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് പെരുമാറിയത് എന്നതാണല്ലോ നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളായി സംസാരിച്ചു വരുന്നത്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ അംഗപരിമിതരെന്നോ വികലാംഗരെന്നൊക്കെ മലയാളത്തിൽ അഭിസംബോധന ചെയ്യുന്ന അറബിയിൽ ദൗൽ ആഹാദ് എന്ന് പറയുന്ന ആളുകൾ, ശാരീരികമായ എന്തെങ്കിലും പ്രയാസങ്ങൾ, ന്യൂനതകൾ, ഇതൊക്കെ ഉണ്ടാകുന്ന ആളുകൾ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു പരീക്ഷണമാണ്. ഒരു വിശ്വാസിയാണെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അത് നാളെ പരലോകത്ത് അയാൾക്കുള്ള ഏറ്റവും വലിയ, അയാൾക്ക് സ്വർഗപ്രവേശനത്തിന് വരെ കാരണമാകാവുന്ന അള്ളാഹുവിന്റെ വലിയൊരു പരീക്ഷണമാണ്. അതിനെക്കുറിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. യവദ്ദു അഹ്ലുൽ ആഫിയത്തി യൗമുൽ ഖിയാമ, നാളെ പരലോകത്ത് ആഫിയത്തുള്ള ആളുകൾ, ദുനിയാവിൽ യാതൊരു തരത്തിലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ആഫിയത്തോടുകൂടി ജീവിച്ചു മരിച്ചു പോയ ആളുകൾ, അവർ നാളെ യൗമുൽ ഖിയാമ, ഖിയാമത്ത് അളവിൽ ആഗ്രഹിക്കും. ഹീന യുഅത അഹ്ലുൽ ബലാഇ സവാബ്, കുറെ രോഗവും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും ഒക്കെ നേരിട്ട ശാരീരിക പ്രയാസങ്ങളൊക്കെ ദുനിയാവിൽ അനുഭവിച്ച ആളുകളുടെ പ്രതിഫലം നൽകപ്പെടുമ്പോൾ നല്ലതുപോലെ ഒരു പ്രശ്നവും ഇല്ലാതെ ഈ പരീക്ഷണങ്ങളൊന്നും നേരിടാതെ ജീവിച്ച ആളുകൾ യവദ്ദു, അവർ ആഗ്രഹിക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച ഹദീസാണ്, ലൗ അന്ന ജുനൂദഹും കാനത് ഖുരിദത് ഫി ദുനിയ ബിൽ മഖാരിർ, ദുനിയാവിൽ തങ്ങളുടെ ശരീരങ്ങൾ, തങ്ങളുടെ തൊലികൾ അത് കത്രികകൾ കൊണ്ട്, ഇരുമ്പ് കത്രികകൾ കൊണ്ട് കത്രിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോകുമാറ് രോഗം കൊണ്ട് അല്ലെങ്കിൽ ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുമ്പോൾ ആരോഗ്യവാന്മാരായി ജീവിച്ചു മരിച്ചു പോയ ആളുകൾ ആഗ്രഹിക്കും. അപ്പൊ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. അതിനർത്ഥം നമുക്കൊക്കെ രോഗം വരണമെന്ന് ആഗ്രഹിക്കണമെന്നല്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അതൊരു വിശ്വാസിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. യഥാർത്ഥ ദീൻ മുറുകെ പിടിച്ച് അള്ളാഹുവിൽ ശരിയായി വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഒരു അത്ഭുതകരമായ അവസ്ഥയുണ്ടാവുള്ളൂ. ഏത് അവസ്ഥ? അവനൊരു നല്ലത് വന്നാൽ, ഒരു അനുഗ്രഹം ലഭിച്ചു, അവന് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നു. ഫകാന ഖൈറൻ ലഹു, അങ്ങനെ അത് അവനൊരു നന്മയായി മാറുന്നു, ഖൈറായി മാറും. ഇനി അവര് ഇഷ്ടമില്ലാത്ത, അവനെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം അവനെ ബാധിച്ചാലും അവൻ അതിൽ ക്ഷമിക്കുന്നു, അങ്ങനെ അതും അവന് നന്മയായി തീരും.
അഥവാ എന്ത് ജീവിതത്തിൽ വന്നാലും അത് നാളെ പരലോകത്ത് നന്മയാക്കി മാറ്റാനുള്ള കഴിവ്, അങ്ങനെ ഒരു അവസ്ഥ ഒരു ശരിയായ വിശ്വാസിക്ക് മാത്രം. അത് എത്ര അത്ഭുതകരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. എന്ന് മാത്രമല്ല, ചില പ്രത്യേക ചില അനുഗ്രഹങ്ങൾ, ഉദാഹരണമായി കണ്ണിന്റെ കാഴ്ച എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അത് തടസ്സപ്പെടാത്ത ആളുകൾ എന്ന നിലക്ക് ഒരു പക്ഷേ നമുക്കത് കൃത്യമായി ബോധ്യപ്പെട്ടു കൊള്ളണം എന്നില്ല. എന്നാൽ അതിന്റെ വില എത്രത്തോളം ഉണ്ട് എന്ന് ഒരു പക്ഷെ ചിലപ്പോഴൊക്കെ ജീവിത സന്ദർഭങ്ങളിൽ കണ്ണിലിരുട്ട് കയറുമ്പോഴോ എന്തെങ്കിലും കണ്ട് പേടിക്കുമ്പോഴോ കുറച്ചു നേരത്തേക്കൊന്ന് പൾസ് കൂടിക്കഴിഞ്ഞാൽ കണ്ണിലിരുട്ട് കയറുന്നത് പോലെ ചില സന്ദർഭങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കും. കാഴ്ചക്കുറവുള്ളവരും അതുപോലെ തന്നെ കുറച്ചു നേരത്തേക്കൊന്ന് കണ്ണിലിരുട്ട് കയറുന്ന ആളുകൾക്കൊക്കെ അത് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റി. എന്നാൽ പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെട്ട ആളുകൾക്ക് അത് ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് വിവരിച്ചു കൊടുക്കാൻ കഴിയുന്നതിലും അപ്പുറമാണല്ലോ ആ ഒരു വലിയ അനുഗ്രഹം അള്ളാഹു എടുത്തുകൊണ്ട് പരീക്ഷിക്കുവാൻ. പക്ഷെ അതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, ഇദബ്തലൈതു അബ്ദി ബിഹബീബതൈഹി, എന്റെ അടിമയെ ഞാൻ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഹബീബതൈഹി രണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് ഞാൻ അവനെ പരീക്ഷിക്കുകയാണെങ്കിൽ, ഫസബർ എന്നിട്ട് അവൻ ആ പരീക്ഷണത്തിൽ ക്ഷമ അവലംബിക്കുകയാണെങ്കിൽ, അവ്വൽതുഹു മിൻഹുമ അൽ ജന്ന, അതിന് പകരമായി അള്ളാഹു പറഞ്ഞു ഞാൻ അവന് സ്വർഗം പകരം കൊടുക്കും എന്നാണ്. അപ്പൊ ഇത് ഈ ഹദീസിന്റെ ഒക്കെ വെളിച്ചത്തിൽ ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്യുന്നത് കാണാം. അള്ളാഹുവിന്റെ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ അനുഗ്രഹങ്ങൾ അത് തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രയാസങ്ങൾ തന്നുകൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം പ്രയാസം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന് ക്കാൾ അധികം ഉത്തമമായ നാളെ പരലോകത്ത് കിട്ടും എന്നുള്ള ഉറപ്പാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, അവ്വൽതുഹു മിൻഹുമ അൽ ജന്ന, അതിന് പകരം അവന് സ്വർഗം ഞാൻ പകരം നൽകും. അവ്വൽ എന്ന് പറഞ്ഞാൽ പകരം നൽകുക, ഒന്നെടുത്താൽ അതിന് പകരം കൊടുക്കുക. അപ്പൊ ഈ അള്ളാഹുവിന്റെ വാഗ്ദാനം ഈ പറഞ്ഞ ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങളിലുള്ള ആളുകളായിരുന്നാലും അവർക്കൊക്കെ അവരുടെ പരീക്ഷണങ്ങളുടെ തോതനുസരിച്ച് ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പായി മനസ്സിലാക്കാം. അപ്പൊ ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജാബിറുള്ളാഹിന്റെ ഹദീസ്, നാളെ പരലോകത്ത് ഇങ്ങനെയൊന്നും പരീക്ഷണങ്ങൾ അനുഭവിക്കാത്ത ആളുകൾ ആഗ്രഹിച്ചു പോകുമാർ അള്ളാഹു അവർക്ക് സവാബുകൾ കൊടുക്കും. അപ്പൊ ഇതൊരു മുഅ്മിന് മാത്രം ലഭിക്കുന്ന നാളെ പരലോകത്തുണ്ടാകുന്ന വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ്. ഇന്ന് മതം വേണ്ട എന്നും പിന്നെ മതം എന്ന് പറയുന്നത് അതിനൊന്നും യാതൊരു ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള അർഹതയില്ല എന്നുമൊക്കെ പറയുന്ന ആളുകൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ തന്നെ വരണമെന്നില്ല, എന്തെങ്കിലും ചില മാനസികമായ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തന്നെ ജീവിതം ഏതെങ്കിലും കയറിൻ തുമ്പിൽ അവസാനിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള ചില വിശ്വാസങ്ങളുടെ രാഹിത്യം കൊണ്ടാണ്. അവർക്ക് അവലംബിക്കാൻ പറ്റുന്നില്ല. ഒരു മുഅ്മിനാണെങ്കിൽ അവന്റെ ഏത് സന്ദർഭത്തിലും അവൻ അതിൻ്റെതായ ഇമോഷണലായ വൈകാരികമായ മതപരമായ ഒരു പിടിവള്ളി എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് മനസ്സിലാക്കും. ചില ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു യുസിബ്ഹു, അവന് ചില മുസീബത്തുകൾ കൊടുത്ത് അവനെ പരീക്ഷിക്കും. മറ്റൊരു ഹദീസിൽ സൂചിപ്പിച്ചു, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനെ ഏതുവരെ പരീക്ഷിക്കും? അവൻ ഭൂമിക്ക് മുകളിൽ ഒരു പാപം പോലും അവശേഷിക്കാത്ത രൂപത്തിൽ അവൻ നടക്കുന്നത് വരെ പരീക്ഷിക്കും. അഥവാ ദുനിയാവിൽ തന്നെ അവന്റെ പാപങ്ങൾക്കും തിന്മകൾക്കും ഒക്കെ ഉള്ളത് അവൻ ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു രോഗങ്ങളായും ചില പരീക്ഷണങ്ങളായും ഒക്കെ നൽകി അള്ളാഹു അത് തീർത്തു കളയും. നാളെ പരലോകത്തേക്ക് വേണ്ടി ഒന്നും ബാക്കി വെക്കില്ല. കാരണം പരലോകത്ത് എന്നാൽ അവിടുത്തെ ശിക്ഷ ഇവിടുത്തെ ശിക്ഷയെക്കാളും എത്രയോ ഇരട്ടിയാണ്. അതൊരു ദുർമാർഗിയായ മനുഷ്യനെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു ഫാജിർ, ദുർമാർഗിയുടെ സ്ഥിതി നേരെ വ്യത്യസ്തമാണ്. നമ്മൾ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുമെന്നും മലയാളത്തിൽ നമ്മൾ പഴഞ്ചൊല്ലായി പറയാറുള്ളത് പോലെ അള്ളാഹു ദുനിയാവിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ദുനിയാവിൽ അള്ളാഹു പിടിക്കില്ല. അതിന് കാരണം ദുനിയാവിൽ പിടിച്ചാൽ നാളെ പരലോകത്തുള്ള ശിക്ഷ കുറഞ്ഞു പോകും. അപ്പം പരലോകത്തുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ദുനിയാവുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. പരലോകത്ത് അങ്ങേയറ്റ ശിക്ഷയായിരിക്കും അയാൾക്കുണ്ടാവുക. ദുനിയാവിൽ അള്ളാഹു എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് അതിനുവേണ്ടി ഒരുക്കി കൊടുക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലുമൊക്കെ പല രൂപത്തിൽ ഈ അള്ളാഹു ഇങ്ങനെ ഒരു മനുഷ്യന് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നതിനെ പരാമർശിക്കുന്നത് കാണാം. അപ്പൊ ഏതായിരുന്നാലും അള്ളാഹുവിന്റെ മുമ്പിലുള്ള ഈ പ്രതിഫലം ഈ ദുനിയാവിൽ ചില ശാരീരികമായ അല്ലെങ്കിൽ രോഗം കൊണ്ട് ചില വൈകല്യങ്ങൾ കൊണ്ട് ഒക്കെ പരീക്ഷിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ റബ്ബിന്റെ മുമ്പിൽ വലിയ പ്രതിഫലം അവർക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച് അള്ളാഹു വെച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. പരലോകത്ത് അങ്ങേയറ്റ ശിക്ഷയായിരിക്കും അയാൾക്കുണ്ടാവുക. ദുനിയാവിൽ അള്ളാഹു എല്ലാം
എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് അതിനുവേണ്ടി ഒരുക്കി കൊടുക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലുമൊക്കെ പല രൂപത്തിൽ ഈ അള്ളാഹു ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നതിനെ പരാമർശിക്കുന്നത് കാണാം. അപ്പൊ ഏതായിരുന്നാലും അള്ളാഹുവിന്റെ മുമ്പിലുള്ള ഈ പ്രതിഫലം ഈ ദുനിയാവിൽ ചില ശാരീരികമായ അല്ലെങ്കിൽ രോഗം കൊണ്ട് ചില വൈകല്യങ്ങൾ കൊണ്ട് ഒക്കെ പരീക്ഷിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ റബ്ബിന്റെ മുമ്പിൽ വലിയ പ്രതിഫലം അവർക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച് അള്ളാഹു വെച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. മക്കയുടെ മുഫ്തി, അന്ന് അബ്ബാസി ഖലീഫയായിരുന്നു സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്. സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് അദ്ദേഹത്തിന്റെ 2 മക്കളെയും കൊണ്ട് ഒരു തവണ ഹജ്ജിന് വരുന്നത് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള കാരണം അതാ റഹ്മഹുല്ല അന്ന് ഹജ്ജിന് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അദ്ദേഹം മക്കയിലാണ് അധികവും ഉണ്ടാവുക. ഖലീഫ സുലൈമാൻ പ്രഖ്യാപിച്ചു, അതാ ഇബ്നു അബി റബാഹ് മക്കയിലുണ്ടെങ്കിൽ, അദ്ദേഹം നിലവിൽ ഹാജരാണെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു പണ്ഡിതനും ഫത്വ കൊടുക്കാൻ പാടില്ല. അതാണ് ഖലീഫ അന്ന് പുറപ്പെടുവിച്ചൊരു വിളംബരം. എന്നിട്ട് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് തന്റെ 2 കൗമാരപ്രായത്തിലുള്ള അന്നത്തെ ഒരു ടീനേജ് പ്രായത്തിലുള്ള തന്റെ 2 മക്കളെയും കൊണ്ട്, ആൺമക്കളെയും കൊണ്ട് അത്താ റഹിമയുടെ അടുത്ത് വന്നു. മക്കൾക്ക് അറിയില്ല അത്താ ആരാണ് എന്ന്. ഖലീഫ വന്നു. അദ്ദേഹം നിസ്കരിച്ച് തീരുന്നത് വരെ കാത്തിരുന്നു. അത്താ റഹിമ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞിരുന്ന് ഖലീഫ ചോദിച്ച ഹജ്ജിന് ചോദിച്ച സംശയങ്ങൾക്കൊക്കെയും മറുപടി കൊടുത്തു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് മക്കൾ ചോദിച്ചു, ഉപ്പ നിങ്ങളല്ലേ പ്രഖ്യാപിച്ചത് അത്താഇനോടല്ലാതെ, വലിയ മുഫ്തിയായ അത്താഇനോടല്ലാതെ വേറെ ആരും സംശയം ചോദിക്കാൻ പാടില്ല, ഇതാരാണ്? അപ്പൊ ഖലീഫ പറഞ്ഞു, ഇതാണ് മക്കളെ അത്താ. എന്നിട്ട് അന്ന് ഖലീഫ മക്കളോട് പറഞ്ഞ വാചകങ്ങൾ, അതാണ് ഈ സംഭവം ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ചരിത്രം പ്രസിദ്ധമാകാനുള്ള കാരണം ഖലീഫ പറഞ്ഞത് ഇതാണ്: പൊന്നു മക്കളെ, എന്റെ ജീവിതത്തിൽ ഈ കറുത്ത അടിമയ്ക്ക് മുന്നിൽ മാത്രമാണ് എത്ര വലിയ രാജാധികാരം എൻ്റെ കൈകളിലുണ്ടെങ്കിലും സ്വയം ഞാൻ നിന്നത അനുഭവിച്ചത്, അറിവില്ലായ്മയുടെ ജഹാലത്തിന്റെ കയ്പ് ഞാൻ രുചിച്ചത് ഇയാളുടെ മുമ്പിൽ ഞാൻ ഇരുന്നപ്പോഴാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അറിവ് നേടാതിരിക്കരുത് എന്ന് സ്വന്തം മക്കളെ അദ്ദേഹം ഉപദേശിച്ചു എന്ന് കാണാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വലിയ പണ്ഡിതനായി പിന്നീട് മാറി. അദ്ദേഹം ഇബ്നു അബ്ബാസ് എന്ന ശിഷ്യനാണ്. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഒരിക്കൽ ഇബ്നു അബ്ബാസ് അള്ളാഹു പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇബ്നു അബ്ബാസ് അള്ളാഹു ചോദിച്ചു, സ്വർഗത്തിൽ നിന്നൊരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ അത്താ, അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസിനിയായ ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. അത്താ റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്തായാലും കാണിച്ചു തരണം. അപ്പൊ ഇങ്ങനെ നീളം കൂടിയ നല്ല പൊക്കമുള്ള കറുത്ത ഒരു സ്ത്രീ ഇങ്ങനെ നടന്ന് മക്കയിലൂടെ മസ്ജിദുൽ ഹറമിനരികിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് ഇബ്നു അബ്ബാസ് തന്നെ കാണിച്ചു കൊടുത്തു. ഈ സ്ത്രീ സ്വർഗത്തിലെ അവകാശിയായ സ്ത്രീയാണ്. ആ സ്ത്രീ ചില രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട സ്ത്രീയായിരുന്നു. അവർക്ക് രോഗം വരുമ്പോൾ ഒരു കാബയുടെ അടുത്ത് വന്ന് കാബയുടെ വസ്ത്രം അത് പിടിച്ചുകൊണ്ട് കാബയിൽ ചാരിയിരിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. സ്വഹാബി വനിതയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഇബ്നു അബ്ബാസ് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്നി ഉസ്റ വ ഇന്നി അതകശഫ്, പ്രവാചകരെ എനിക്ക് അപസ്മാര രോഗമുണ്ട്, ഇടയ്ക്കിടെ ബോധം കെടുന്ന രോഗം. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടെ ബോധം കെടും. വൈന്യ അതകശഫ്, ആ സമയത്ത് ഞാനറിയില്ല, ഇടയ്ക്കിടെ എനിക്ക് എന്റെ ബോധം നഷ്ടപ്പെടുന്നതാണ്. ആ സമയത്ത് എന്റെ നഗ്നത വെളിവാവും, എന്റെ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതുകൊണ്ട് ഫദ്ഉല്ലാഹ ലി, എനിക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥിക്കാം, പക്ഷേ ഇൻ ശിഅ്തി സബർതി വലകിൽ ജന്ന, നിനക്ക് 2 ഓപ്ഷൻ. ഒന്നുകിൽ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് ഇതിൽ ക്ഷമിച്ചു മുന്നേറാം, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ നീ ക്ഷമയോടുകൂടി ഈ സബർ കാണിച്ചു നിനക്ക് മുന്നോട്ട് പോവാം, എങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. വഇൻ ശിഅ്തി ദഅഉതുല്ലാഹ അൻ യുആഫിക, അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോ ആ സ്ത്രീ പറഞ്ഞു, അസ്ബിർ, അള്ളാഹുവിന്റെ റസൂൽ, ഞാൻ ക്ഷമിച്ചോളാം, അള്ളാഹു എനിക്ക് തന്നൊരു പരീക്ഷണമാണല്ലോ, ക്ഷമിച്ചോളാം, പക്ഷേ എന്റെ നഗ്നത വെളിവാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇനി അതകശഫ് ഫദ്ഉല്ലാഹ അൻ ലാ അതകശഫ്, അതുകൊണ്ട് എൻ്റെ ഈ രോഗം നിലനിന്നോട്ടെ, അള്ളാഹുവിന്റെ പരീക്ഷണം അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലത്തോളം, അള്ളാഹു എന്താണോ എന്നിൽ നിന്ന് പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചത് അത് നടന്നോട്ടെ, പക്ഷെ നഗ്നത വെളിവാകുന്നത് അതെനിക്ക് അള്ളാഹുവിനോട് താങ്കൾ പ്രാർത്ഥിക്കണം, അതില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ
ഒരു വലിയ നാളെ പരലോകത്തുള്ള വലിയൊരു മുതൽക്കൂട്ടായിട്ടാണ് കണ്ടത്. അത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പരീക്ഷണങ്ങൾ ആർക്കും അറിയില്ല. നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങൾ അതിൽ വിജയിക്കാനുള്ള തൗഫീഖ് എനിക്ക് നിങ്ങൾക്കൊക്കെ അല്ലാഹു നൽകട്ടെ. പക്ഷെ അതിനപ്പുറത്ത് അല്ലാഹു വെച്ചിരിക്കുന്ന ഈ പ്രതിഫലത്തെക്കുറിച്ച്, സ്വർഗം എന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. അപ്പോൾ ഒരു ഇബാദത്തിന് അല്ലെങ്കിൽ ഒരു കർമ്മത്തിന്, ഒരു കാര്യത്തിന് സ്വർഗം പകരം വെക്കണമെങ്കിൽ അത്രമാത്രം ബുദ്ധിമുട്ട് ആ ജീവിതത്തിൽ, അത്രമാത്രം റിസ്ക് പകരം അവിടെ ഉണ്ടാകുമല്ലോ. അതിനുള്ള എല്ലാ ചെറിയ കാര്യങ്ങൾക്കും സ്വർഗം പകരമുണ്ട് എന്നതൊരിക്കലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വന്ന ആളുകൾക്കൊക്കെയും അവർക്ക് അവരോടുള്ള ആശ്വാസവാക്കുകൾ പറഞ്ഞു. അവർക്ക് നാളെ പരലോകത്ത് ഉള്ള ആ വലിയ മഹത്വത്തെക്കുറിച്ചും ശ്രേഷ്ഠതയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ദുനിയാവിൽ അവരോട് ഇടപെടേണ്ട കാര്യങ്ങൾ പ്രവാചകൻ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരോട് ഇടപെടേണ്ട രീതികൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ശരീരങ്ങൾ വ്രണങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരാൾ നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരാളെ കാണാൻ ഇടവന്നു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുദീമു അൻ-നദ്റ ഇലൽ മജ്ദൂമീൻ, നിങ്ങൾ കുഷ്ഠരോഗികളുടെ നേർക്ക് തുറിച്ചു നോക്കരുത്. നിങ്ങൾ നോക്കിക്കൊണ്ട് അവരുടെ വ്രണങ്ങളിലേക്ക് നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കരുത്. ഒരാൾക്ക് എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ട്, നമ്മൾ അയാളോട് കാണിക്കേണ്ട മര്യാദയാണ്, അയാൾ വന്നാൽ നമുക്കറിയാം അയാൾക്ക് രോഗമുണ്ടെന്ന് അറിയാം, അയാളുടെ ആ ന്യൂനതയിലേക്ക്, ആ വൈകല്യത്തിലേക്ക്, അയാളുടെ രോഗ അവസ്ഥയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരുന്ന് അയാളെ പ്രയാസപ്പെടുത്തുക, അതുപോലും ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞു. ഒരു അന്ധരായ മനുഷ്യനെ സന്ദർശിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബിമാരൊക്കെ പറഞ്ഞു, ഇൻതലിഖു ബിനാ ഇലൽ ബസീർ അല്ലദീ ഫി ബനി വാഖിഫ്, ബനു വാഖിഫ് ഗോത്രത്തിലുള്ള കാഴ്ചയുള്ളവന്റെ അടുത്തേക്ക്, ബസീറിന്റെ അടുത്തേക്ക് നമുക്ക് എല്ലാവർക്കും പോകാം എന്നാണ് റസൂൽ പറഞ്ഞത്. അഥവാ അയാൾ അന്ധനാണ്, പക്ഷെ റസൂൽ അയാൾക്ക് പകരം പ്രയോഗിച്ച വാക്ക് കാഴ്ചയുള്ളവൻ എന്നാണ്. അഥവാ അവരെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ച അവരോടുള്ളൊരു തന്മയത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരെ കുറിച്ച് പറയുമ്പോൾ പോലും, ആ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ പോലും ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയൊരു പരീക്ഷണമാണ്. അതേ പരീക്ഷണം ഒരു പക്ഷേ അതേ രൂപത്തിൽ അതിനേക്കാൾ കഠിനമായി നമുക്ക് നൽകാൻ നമുക്ക് അല്ലാഹു നൽകിയൊരു അനുഗ്രഹത്തെ വളരെ എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ, അത് വേണ്ട എന്ന് വെക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് എന്ന ബോധ്യം ഈ പറഞ്ഞ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകളോട് ഇടപെടുമ്പോഴൊക്കെ ഒരു മുസ്ലിമിനുണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരിഹസിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ അവരുടെ ശാരീരികമായ ന്യൂനതകൾ പറഞ്ഞ് ചിരിക്കുക, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ സംഗതികളാണ്. ഒരിക്കലും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ശരീരം അദ്ദേഹത്തിന് വളരെ മെലിഞ്ഞയാളായി, അദ്ദേഹത്തിന്റെ കാലുകൾ കണ്ടാൽ ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുമെന്ന രൂപത്തിൽ നമ്മളും ചിലപ്പോൾ വളരെ മെലിഞ്ഞ ആളുകളെ കാണുമ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയാറുണ്ട്. മനുഷ്യരെന്ന നിലക്ക് നമ്മളിൽ നിന്ന് ഉണ്ടായി പോകാറുണ്ട്. ഒരിക്കൽ ഇതുപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തോ ഒരു ആവശ്യത്തിന് അദ്ദേഹം ഇങ്ങനെ നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാറ്റടിച്ച അദ്ദേഹത്തിന്റെ തുണി ഒരല്പം മുകളിലേക്ക് കയറി, കാലുകൾ ഇങ്ങനെ സ്വഹാബിമാരൊക്കെ കണ്ടു. അപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൽഹഖൂന മിൻ ദിഖ്ഖതി സാഖൈഹി, ഇബ്നു മസ്ഊദിന്റെ, അബ്ദുള്ളയുടെ കാലിന്റെ ഈ മെലിച്ചിൽ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ചിരിക്കുകയാണ്. വല്ലദി നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലഹു മാ അസ്ഖലു ഫിൽ മീസാനി മിൻ ജബലി ഉഹുദ്, നാളെ പരലോകത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഈ കാലുകൾ ഉഹുദ് മലയേക്കാൾ കൂടുതൽ മീസാനിൽ കനം തൂങ്ങുന്നവയാണ്, അതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായവയും മഹത്വമേറിയതും ഭാരമുള്ളവയുമാണ് ഈ കാലുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്ബാൻ ഇബ്നു മാലിക്, അദ്ദേഹം കാഴ്ചക്കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു. പൂർണ്ണമായ അന്ധന അല്ലെങ്കിൽ കാഴ്ചക്ക് നല്ല പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ്. ഇത്ബാൻ ഇബ്നു മാലിക് അൻസാരിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്ത സഹോദരനും കൂടിയാണ്. ഓരോ മുഹാജിറുകളായി വന്നപ്പോൾ ഓരോ മുഹാജിറിനും ഒരു അൻസാരിയെ സഹോദര്യ ബന്ധം ചേർത്തി കൊടുത്തല്ലോ. അതിൽ ഉമർ റളിയല്ലാഹുവിന്റെ സഹോദരനാണ് ഇത്ബാൻ ഇബ്നു മാലിക്. ഇത്ബാൻ ഇബ്നു മാലിക്, അതുപോലെ ഉമർ റളിയല്ലാഹുവിന്റെ വീട്, ഇതൊക്കെ മദീനയുടെ കുറച്ച് ഉയർന്ന പ്രദേശത്താണ്. മദീനയുടെ മസ്ജിദ് നബവി നിൽക്കുന്ന കേന്ദ്ര പ്രദേശത്ത് നിന്നും കുറച്ച് മാറിയാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം റസൂലിന്റെ അടുത്ത് വരുമെങ്കിൽ അടുത്ത ദിവസം വിട്ടിരുന്നത് അയൽവാസിയായ ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിനാണ്. ഒരു ദിവസം ഇത്ബാൻ റളിയല്ലാഹു അൻഹു പോകും, അടുത്ത ദിവസം ഉമർ റളിയല്ലാഹു അൻഹു പോകും. ഓരോ ദിവസവും രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം പ്രവാചക സദസ്സിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അവിടെ എന്താണ് നടന്നത് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അറിയിച്ചു കൊടുക്കും. അപ്പോൾ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീടിനടുത്ത് അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന സ്ഥലം,
പിന്നെ ഒരു താഴ്വരയാണ്, മലവെള്ളം ഒലിച്ചു പോകുന്നൊരു താഴ്വരയാണ്. അതിനപ്പുറത്തും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും ഗോത്രക്കാരും താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് സാധാരണ മസ്ജിദ് നബവിയിലേക്ക് എത്താൻ കഴിയാത്ത ഇദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലുള്ള ദൂരെയാണല്ലോ വീട്. അവിടെയുള്ള ആളുകൾക്കൊക്കെ ഇമാമായി നിസ്കരിക്കുന്നത് ഇത്ബാൻ റളിയല്ലാഹു അൻഹുവാണ്. കാഴ്ചക്കുറവുണ്ട്. അപ്പോൾ ഈ മലവെള്ളപ്പാച്ചിൽ വരുന്ന സമയത്ത്, മഴ പെയ്യുന്ന സമയത്ത്, അതുപോലെ രാത്രി ഇശാ നിസ്കാരത്തിന് സുബഹിക്കൊക്കെ ഇരുട്ടത്തൊക്കെ ഒറ്റയ്ക്ക് ഈ താഴ്വര കടന്നു ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇത്ബാൻ അള്ളാഹിന് കുറെ ബുദ്ധിമുട്ടായി. അപ്പോൾ ഇത്ബാൻ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ്, ഇന്നഹാ തകൂനു ദുൽമതു വസ്സൈൽ, ഇരുട്ടും അതുപോലെ തന്നെ ഒഴുക്കും മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകും, എനിക്ക് ബുദ്ധിമുട്ടാണ്. വഅന റജുലുൻ ദരീറുൽ ബസർ, എനിക്ക് കാഴ്ച കുറവാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് റസൂലെ, ഞാൻ ഈ സ്വന്തം എൻ്റെ വീട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് നിസ്കരിക്കാനാണ് തീരുമാനിക്കുന്നത്. അവിടെ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് അവിടെ നിസ്കരിക്കാം. എനിക്ക് ആ താഴ്വര കടന്നു പോയി നിസ്കരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇങ്ങനെ പ്രയാസമുള്ള സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ എനിക്കൊരു ജമാഅത്തായി നിസ്കരിക്കാമല്ലോ. പക്ഷേ താങ്കൾ വന്ന്, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ വന്ന് എൻ്റെ വീട്ടിലൊരു സ്ഥലത്ത് നിസ്കരിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ സാന്നിധ്യം, അതിൻ്റെ ബറക്കത്തൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അത് പിന്നെ ഇത്ബാൻ അള്ളാഹു അത് ചെയ്തത്. നിങ്ങൾ വന്ന് ഒരു സ്ഥലത്ത് നിസ്കരിച്ച് എനിക്കൊരു കാണിച്ചു തരണം, അതേ സ്ഥലത്ത് തന്നെ എനിക്ക് പിന്നെ നിസ്കരിക്കാമല്ലോ, ആ ബറക്കത്ത് കിട്ടുമല്ലോ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ബാൻ അള്ളാഹിന്റെ ക്ഷണം സ്വീകരിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ആളുകളെ പരിഗണിക്കുമായിരുന്നു എന്നൊരു ഉദാഹരണം കൂടിയാണ്. ഇത്ബാൻ അള്ളാഹിന്റെ ക്ഷണം സ്വീകരിച്ച് പിന്നെ ബനു സലീം ഗോത്രം എന്നാണ് എൻ്റെ ഓർമ്മ, ആ ഗോത്രത്തിൻ്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഉടനെ പ്രവാചകൻ ചോദിച്ചു, ഇത്ബാൻ, ഞാൻ എവിടെ നിസ്കരിക്കണം? നീ പറയൂ, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ നിസ്കരിക്കാം. നിന്റെ വീട്ടിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ഐന തുഹിബ്ബു അൻ ഉസല്ലി, ഞാൻ എവിടെ നിസ്കരിക്കണം എന്ന് എനിക്ക് താല്പര്യം. ഇത്ബാൻ പറഞ്ഞു, ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. കൂടെ ഇത്ബാൻ അള്ളാഹുവും അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആളുകളൊക്കെ നിസ്കരിച്ചു. ഇതറിഞ്ഞ ആ ഗോത്രക്കാർ മുഴുവൻ വന്നു. കാരണം അള്ളാഹുവിന്റെ റസൂൽ ഇത്ബാനിന്റെ വീട്ടിൽ വന്നു എന്നെല്ലാവരും അറിഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവർക്ക് ഉപദേശങ്ങൾ കാര്യങ്ങളൊക്കെ നൽകി. ആ കൂട്ടത്തിൽ ഒരാളെക്കുറിച്ച്, ഒരു സ്വഹാബിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് അയാളെ കാണുന്നില്ലല്ലോ, അയാൾ ഈ ഗോത്രക്കാരനാണ്, അയാളെ എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ അയാൾ അവിടെ ഇല്ല. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, അയാൾ മുനാഫിക്കാണ്, അയാൾക്ക് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ വന്നിട്ടും ഇങ്ങോട്ട് വരാൻ അയാൾ വന്നില്ലല്ലോ, അയാൾ ഉറപ്പായും അയാൾ മുനാഫിക്കാണ്, അയാൾ ശരിയായ വിശ്വാസിയൊന്നുമല്ല. അപ്പൊ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ഒരാളെക്കുറിച്ച് മുനാഫിഖ് എന്ന് പറഞ്ഞ ഗൗരവം റസൂലുള്ളാഹി തിരുത്തി കൊടുത്തു. അങ്ങനെ പറയാൻ പാടില്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി അയാളുടെ ഹൃദയത്തിൽ അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് പറഞ്ഞാൽ പിന്നെ സ്വർഗാവകാശിയാണ്. പിന്നെ അയാളോട് അങ്ങനെ തന്നെയാണ് ഇടപെടേണ്ടത്. അയാളെ മുനാഫിഖ് എന്ന് പറയാനുള്ള വകുപ്പില്ല. ഈ സംഭവമൊക്കെ ഇത്ബാൻ അള്ളാഹുവും അതുപോലെ തന്നെ ഈ സംഭവമൊക്കെ പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പല സ്വഹാബിമാർക്കും ഈ സംഭവം അറിയില്ലായിരുന്നു. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തവന്ന് ആദ്യം താമസിക്കുന്ന വീടാണല്ലോ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ സംഭവം അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സംഭവം ആദ്യമായി കേട്ടപ്പോൾ ഇത്ബാൻ അള്ളാഹു അന്ന് ജീവിച്ചിരിപ്പുണ്ട്, വളരെ വയസ്സായി എന്ന് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം വിശ്വസിച്ചില്ല. ഇത് പറഞ്ഞ ആളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അതുവരെ പോയി ഇങ്ങനെ നിസ്കരിച്ചു, ഇങ്ങനെ ഒരു ഹദീസൊക്കെ പറഞ്ഞ സംഭവം എനിക്ക് അറിയില്ലല്ലോ, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ഇത്ബാൻ അള്ളാഹുവിനോട് പിന്നീട് വന്ന് ഒന്നും കൂടി ചോദിച്ച് ഉറപ്പ് വരുത്തുകയും ഒക്കെ ചെയ്യുന്നത് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരാളോടും ഇങ്ങനൊരു സമീപനം ആയിരുന്നു സ്വീകരിച്ചിരുന്നത്. അത് എന്തെങ്കിലും പ്രശ്നവും പ്രയാസവും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ പ്രവാചകൻ പ്രത്യേകം പരിഗണിക്കും. സമൂഹത്തിൽ പരിഗണന ആവശ്യമുള്ളവരെ അള്ളാഹു റസൂൽ പരിഗണിക്കും. ഒരു ഭ്രാന്തിയായ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഭയങ്കര അത്ഭുതമായിരുന്നു. അന്നംറഅതൻ കാന ഫീ അഖ്ലിഹാ ഷൈഉൻ, ചെറിയ തോതിൽ മാനസികമായ ചില ബുദ്ധിമുട്ടുകളുള്ള ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു എന്ന് പ്രവാചകനോട് നേരിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നലി ഇലൈക ഹാജ, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്കൊരാവശ്യമുണ്ട്, അതെനിക്ക് നടത്തിത്തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഉമ്മ ഫുലാൻ, എന്താ ആ സ്ത്രീയുടെ പേര് വിളിച്ചു. ഉൻദുരി അയ്യസികതി ഷിഅ്തി, മദീനയിൽ മസ്ജിദ് നബവിയിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മദീനയിലെ ഓരോ ഇടവഴികളുണ്ടാവും. ആളുകളൊക്കെ പിന്നെ പൊതുവായി ഇടപഴകുന്ന ചന്തയും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ ഓരോ വഴികളുണ്ടാവും. അപ്പോൾ ഉമ്മ ഫുലാൻ, ഞാൻ എവിടെ വരണം, നിങ്ങളത് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വന്ന് നിങ്ങളുടെ ആവശ്യം കേട്ട് ഹത്ത അഖ്ദിയ ലക്കി ഹാജത്തിക്ക്, നിങ്ങളുടെ ആവശ്യം എന്താണോ അത് ഞാൻ നിർവഹിച്ചു തരാം എന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ ഒരു വഴിയിലേക്ക്, ജനങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ്, ഒറ്റക്കല്ല, ഒരു ഇടവഴിയിലേക്ക് അവിടെ സ്ത്രീ പറഞ്ഞ് ഞാൻ അവിടെ പോയി നിന്നോളാം. അങ്ങനെ അവിടെ പോയി അവർ നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പോയി. ആളുകളൊക്കെ ഉള്ള മദീനയുടെ ഒരു വഴിയാണത്.
അവരാവശ്യം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ആവശ്യം എന്ന ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഹത്ത ഫറഗതു മിൻ ഹാജത്തിഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആവശ്യം പൂർണ്ണമായി കേട്ട് എന്താണോ നിർവഹിച്ചു കൊടുത്തിട്ടാണ് വന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വഭാവം തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരുന്നാലും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും പരിഗണിക്കാനും അല്ലാഹുവിന്റെ റസൂൽ സമയം കണ്ടെത്തി. മിർബ അൽ ഖൈദി എന്ന് പറയുന്ന ഒരു മുനാഫിക്കായ മനുഷ്യന്റെ ചരിത്രം കാണും. ഇത്തരത്തിലുള്ള ആളുകൾ അവർ മുനാഫിക്കുകളാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പെരുമാറിയ രീതി, കാരണം അവർക്ക് ഒന്നുകിൽ അന്ധരായിരിക്കാം, ബധിരരായിരിക്കാം, മറ്റുള്ളവരെക്കാൾ കൂടുതൽ അല്ലാഹു ചില പരീക്ഷണങ്ങൾ നൽകിയ ആളുകളായിരിക്കാം. അപ്പൊ അവരോട് കുറച്ചുകൂടി ഒരു ഇളവും കുറച്ചുകൂടി പരിഗണനയും ഒക്കെ സമൂഹത്തിൽ കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ ഒരു ഉദാഹരണമാണ്. പ്രവാചകൻ സൈന്യത്തെയും കൊണ്ട് മദീനയിൽ മുസ്ലിങ്ങളുടെ സൈന്യത്തെയും കൊണ്ട് ഇങ്ങനെ യാത്ര പോകണം. അപ്പോൾ ഉഹുദിലേക്കുള്ള യാത്ര, അങ്ങോട്ടേക്ക് പോകുന്നതിന് വഴിയിൽ ഏറ്റവും എളുപ്പമുള്ള വഴി ഈ മിർബ ഉൽ ഖൈദി എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ തോട്ടത്തിലൂടെയാണ് പോകേണ്ടത്. അപ്പൊ അയാളുടെ തോട്ടത്തിലൂടെ പോയി എളുപ്പമെത്താം. അങ്ങനെ അയാളുടെ തോട്ടത്തിലൂടെ പോയി. അപ്പൊ ആ തോട്ടത്തിലൂടെ സൈന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യം ഇങ്ങനെ പ്രവേശിച്ചപ്പോൾ ഈ മിർബ ഉൽ ഖൈദി എന്ന അന്ധരായ മനുഷ്യൻ, മുനാഫിക്കായി, അയാൾ റസൂലിനോട് പറഞ്ഞു, ലാ ഉഹില്ലു ലക യാ മുഹമ്മദ്, പേരൊക്കെ വിളിച്ചിട്ടാണ് പറയുന്നത്, മുഹമ്മദേ അത് പറ്റില്ല. ഇൻ കുൻത നബിയ്യൻ അൻ തമുറ ഫീ ഹൈതി, എൻ്റെ തോട്ടത്തിലൂടെ നീ നബിയാണെങ്കിൽ എൻ്റെ തോട്ടത്തിലൂടെ ഞാൻ കടക്കാൻ അനുവദിക്കില്ല. ലാ ഉഹില്ലു ലക, ഒരു പിടി മണ്ണ് വാരിയെടുത്തു എന്ന് പറഞ്ഞു, എനിക്ക് കണ്ണ് കാണില്ല, ഇല്ലെങ്കിൽ ഞാനിത് എറിഞ്ഞാൽ നിന്റെ മുഖത്ത് തന്നെ വീഴുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ എറിയുമായിരുന്നു എന്ന് വരെ അയാൾ പറഞ്ഞു. സ്വഹാബിമാരൊക്കെ യുദ്ധത്തിന് തയ്യാറായി പോകാൻ നിൽക്കുക. അപ്പോൾ ഒറ്റ പ്രാവശ്യം ഒന്ന് പെരുമാറിക്കഴിഞ്ഞാൽ അയാൾ അതോടുകൂടി ക്ലോസ് ആവും. പക്ഷെ ആളുകളൊക്കെ ദേഷ്യപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളെ വിട്ടേക്കൂ, ഫഹാദ അലഅമ, അയാളൊരു അന്ധനാണ്, കാഴ്ചയില്ലാത്തവനാണ്. രണ്ട് തരത്തിലും അമൽ ഖൽബ് അമൽ ബസീറ, കണ്ണിന്റെ കാഴ്ച മാത്രമല്ല ഹൃദയത്തിലും തിരിച്ചറിവില്ലാത്ത, ഉൾക്കാഴ്ചയും ഇല്ലാത്ത, അഥവാ ഒരു യഥാർത്ഥ ഒരു മുസ്ലിം അല്ലല്ലോ അയാൾ, ഒരു മുനാഫിക്കായിരുന്നു എന്ന് കാണാം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ആളുകളാണെന്ന് പോലും അറിഞ്ഞിട്ട് പോലും ഇങ്ങനെയുള്ള പെരുമാറ്റത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില നല്ല മാതൃകകൾ സ്വഹാബിമാർക്ക് കാണിച്ചു കൊടുത്തു എന്ന് കാണാം. ജിഹാദിന്റെ വിഷയത്തിൽ വലിയൊരു പ്രശ്നമായിരുന്നു. നല്ല ആളുകൾ ആദ്യമായി ജിഹാദ് നിയമമാക്കപ്പെട്ടപ്പോൾ യുദ്ധത്തിന് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ സൂറത്തുൽ നിസാഇൽ 95-ാമത്തെ വചനം അതിറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്ത് അവതരിച്ചു, ലാ യസ്തവിൽ ഖായിദൂന മിനൽ മുഅ്മിനീൻ വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്, മുഅ്മിനീങ്ങളിൽ നിന്ന് യുദ്ധത്തിന് പോകാതെ അവിടെ തന്നെ ഇരിക്കുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരും ലാ യസ്തവി, അവർ ഒരിക്കലും ഒരുപോലെ ആവില്ലല്ലോ, സമമാവില്ലല്ലോ, രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന ആയത്തിറങ്ങി. അപ്പൊ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം, അദ്ദേഹം ചരിത്രത്തിൽ പ്രസിദ്ധനാണ്, നമുക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നു, അള്ളാഹുവിന്റെ പ്രവാചകരെ, യാ റസൂലല്ലാഹ് വല്ലാഹി ലൗ അസ്തതിഉൽ ജിഹാദ് ലജാഹദ്തു, ഞാനൊരു അന്ധനാണ്, എനിക്ക് ജിഹാദിന് കഴിയുമായിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ ജിഹാദ് ചെയ്തേനെ. അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ വാചകങ്ങൾക്ക് പറയലിന് ശേഷമാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വഹി എഴുത്തുകാരനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് അവതരിച്ചാൽ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കും, അല്ലെങ്കിൽ പ്രവാചകന്റെ വഹി എഴുത്തുകാരിൽ ആരൊക്കെ അന്ന് അവൈലബിൾ ആയോ അവരൊക്കെ വിളിക്കും, അത് എഴുതി വെക്കാൻ പറയും. അപ്പൊ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാൻ, അപ്പൊ പ്രവാചകന്റെ തുട എന്റെ തുടയിലാണ്. അപ്പൊ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ജിഹാദ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്, എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ ജിഹാദിൽ ഏർപ്പെടുമായിരുന്നു. അപ്പോ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ വഹി ഇറങ്ങുന്നതിന്റെ ഭാരം എനിക്ക് എന്റെ തുട പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുമാറ് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വഹി ഇറങ്ങി. ഇതാണ് ആ ആയത്തിന്റെ നേരത്തെ പാരായണം ചെയ്തതിന്റെ ഇടയ്ക്കാണ് ഒരായത്ത് വരുന്നത്, ലാ യസ്തവിൽ ഖായിദൂന മിനൽ മുഅ്മിനീന. പിന്നെ നേരത്തെ ഇറങ്ങിയത് വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ് എന്നായിരുന്നു. അതിന് ഇടയ്ക്ക് ഗൈറു ഉലിൽ ദറർ, എന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇതുപോലുള്ള ദററുകൾ ഉള്ളവരൊഴികെ എന്നൊരു ക്ലോസ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു അവിടെ. അപ്പൊ ഇത് സെയ്ദ് ഇബ്നു സാബിത്ത് പറയുന്നത്. അപ്പോൾ ഇത് തുമ്മ സുദ്ദീന ഫഅൻസലല്ലാഹു ഗൈറു ഉലിൽ ദറർ എന്ന ഈ ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി, അത് എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്തു.
അപ്പോൾ അള്ളാഹുവിൻ്റെ പിന്നെ ആയത്തുകൾ ഇങ്ങനെ വഹി ഇറങ്ങുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ആളുകളുടെ പരിഗണന വിശുദ്ധ ഖുർആനിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ഒരു സമൂഹത്തിൽ, ആദ്യകാല സമൂഹത്തിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ ലൈസ അലൽ അഅമ ഹറജുൻ വല അലൽ അഅറജി ഹറജുൻ വല അലൽ മരീദി ഹറജുൻ, ഇങ്ങനെ അന്ധൻ അല്ലെങ്കിൽ മുടന്തൻ അല്ലെങ്കിൽ ഇങ്ങനെ ശാരീരികമായ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ സമൂഹത്തിൽ ഇങ്ങനെ കൂടെ കൂട്ടാൻ ആളുകൾ മടിക്കുന്ന ആളുകൾ, അവർക്ക് എവിടെ ഇരുന്നൊക്കെ ഭക്ഷണം കഴിക്കാം, നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ വീട്ടിൽ എന്ന് പറഞ്ഞ് അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. ആ ആയത്തിലേക്ക് വെളിച്ചത്തിൽ അതിലെ വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ പറയുന്നത് കാണാം, അന്ന് ജാഹിലിയ കാലത്ത് അല്ലെങ്കിൽ മദീനയിൽ റസൂലുള്ളാഹിക്ക് ആയത്ത് അവതരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ശാരീരികമായ പ്രയാസങ്ങളുള്ള ആളുകളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മറ്റുള്ളവർക്ക് മടിയായിരുന്നു. അതിനെ അവർ ചില റിപ്പോർട്ടുകൾ മുഫസ്സിറുകൾ പറയുന്നത് കാണാം, അതിനെ അവരൊരു ഒരു മാന്യതയെ അവർ കണ്ടിരുന്നില്ല. ഒരു അന്ധൻ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുള്ള ആളുകൾ, രോഗങ്ങളുള്ള ആളുകൾ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പോഴാണ് അവരെ സമൂഹത്തിൽ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, അവർക്ക് ഭക്ഷണം കഴിക്കാമെന്നും കൂടെ ഇരിക്കാമെന്നും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അവതരിപ്പിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ ആ വചനത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നതാണ്. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഇതുപോലെ കാലിന് സ്വാധീനമില്ലാത്ത, കാലിന് മുടന്തുള്ള, കാലിന് വളവുള്ള ആളായിരുന്നു അംർ ഇബ്നുൽ ജമൂഹ്. അദ്ദേഹം ജിഹാദിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന ഉണ്ടായപ്പോൾ വലിയ ആഗ്രഹം. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ്, അറഅയ്ത ഇൻ ഖാതൽതു ഫീ സബീലില്ലാഹി ഹത്താ ഉഖ്തൽ, ഞാൻ ഷഹീദാകുന്നത് വരെ, മരിക്കുന്നത് വരെ, കൊല്ലപ്പെടുന്നത് വരെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്തു. അങ്ങനെ ജിഹാദ് ചെയ്ത് ഞാൻ ഷഹീദായി കഴിഞ്ഞാൽ അംശി ബിരിജ്ലി ഹാദിഹി സ്വഹീഹത്തൻ ഫിൽ ജന്ന, എൻ്റെ കാലിന് ഇപ്പോൾ വളവുണ്ടല്ലോ, മുടന്തുണ്ടല്ലോ, ഈ മുടന്ത് നാളെ ശരിയാവുമോ? നാളെ സ്വർഗത്തിലെത്തുമ്പോൾ, നാളെ സ്വർഗത്തിൽ എനിക്ക് എൻ്റെ നേരെയുള്ള കാലുമായി, സ്വഹീഹായ കാലുമായി എനിക്ക് നാളെ നടക്കാൻ കഴിയുമോ എന്നായിരുന്നു സ്വഹാബി ചോദിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, നഅം അംർ ഇബ്നുൽ ജമൂഹ്, നിനക്ക് നിന്റെ കാൽ ശരിയായ രൂപത്തിൽ നാളെ സ്വർഗത്തിൽ നടക്കാൻ കഴിയും. ഉഹദ് യുദ്ധത്തിലാണ് അത് ചോദിക്കുന്നത്. ഉഹദ് യുദ്ധത്തിൽ കാണാം, അദ്ദേഹവും അദ്ദേഹത്തിന് കൂടെ പോയ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എല്ലാവരും മരിച്ചു, എല്ലാവരും ഷഹീദായി. അദ്ദേഹം ഷഹീദായി, അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നെ പിതൃ സഹോദരന്റെ മകൻ, അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന മോചിപ്പിച്ച അടിമ, അഥവാ അദ്ദേഹത്തിന് കൂടെ പോയ എല്ലാവരും, ആ കുടുംബത്തിൽ എല്ലാവരും മരണപ്പെട്ടു, ഷഹീദായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംർ ഇബ്നുൽ ജമൂഹിന്റെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രതിവചിച്ചത്, കഅന്നി അൻദുറു ഇലൈക അംർ ഇബ്നുൽ ജമൂഹ്, കഅന്നി അൻദുറു ഇലൈക തംശി ബിരിജ്ലിക ഹാദിഹി സ്വഹീഹത്തൻ ഫിൽ ജന്ന. അംർ ഇബ്നുൽ ജമൂഹ്, നിന്റെ ഈ കാല്, മയ്യിത്തിനോടാണ് റസൂൽ പറയുന്നത്, നിന്റെ ഈ കാലും വെച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ഒരു മുടന്തുമില്ലാതെ വളവുമില്ലാതെ സ്വർഗത്തിൽ നടക്കുന്നത് ഞാൻ ഇപ്പോൾ കാണുന്നത് പോലെയുണ്ട് അംർ ഇബ്നുൽ ജമൂഹ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അദ്ദേഹത്തിന് കൂടെ മരിച്ച ആളുകളെ, 3 ആളുകൾ, അവരൊക്കെയും ഒറ്റ ഖബറിൽ, ഉഹദ് യുദ്ധത്തിന് ശേഷം അങ്ങനെയായിരുന്നല്ലോ, ഒറ്റ ഖബറിൽ അടക്കം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും ചെയ്തു. ഹസൻ ആയ ഹദീസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലേറ്റവും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, ഒരുപക്ഷെ നമുക്കൊക്കെ സുപരിചിതമായ ഒരാളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം. അദ്ദേഹത്തിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയായിരിക്കും. സൂറത്തു അബസ എന്ന പേരുള്ള അധ്യായം അവതരിക്കാൻ കാരണമായ വ്യക്തി അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം. അബസ വതവല്ല, അബസ മുഖം ചൊളിച്ചുകൊണ്ട് പ്രവാചകൻ പിന്തിരിഞ്ഞു കളഞ്ഞു, തല തിരിച്ചു കളഞ്ഞു. അൻജാഅഹുൽ അഅമ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു അന്ധൻ വന്നപ്പോൾ എന്ന് തുടങ്ങുന്ന സൂറത്തു അബസ. അത് അവതരിക്കാനുള്ള കാരണം ഖുറൈശി പ്രമാണിമാരോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനീ കാര്യങ്ങൾ അവരോട് ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അന്ധനായ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്ന്, അർഷിദിനി, അല്ലാഹുവിന്റെ റസൂൽ, എനിക്ക് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തരണം, പഠിപ്പിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് രസിച്ചില്ല. അതങ്ങനെയാണല്ലോ ഉണ്ടായത്. പ്രവാചകൻ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട്, അത് തിരുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങിയത്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂമിന്റെ വിഷയത്തിൽ ഈ ആയത്ത് ഇറങ്ങി എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ പിന്നെ ഈ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം വളരെയേറെ പ്രിയപ്പെട്ട മനുഷ്യരായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് അള്ളാഹു ആയത്തിറക്കിയത്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട, അള്ളാഹുവിന്റെ ഖലീലും ഹബീബുമായ റസൂലിനെ വിമർശിച്ചുകൊണ്ട് ആയത്തിറങ്ങി.
ഇബ്നു ഉമ്മി മക്തൂം അന്ധനാണ് എന്ന് കരുതി പ്രവാചകർ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങൾ ആട്ടിയകറ്റാൻ പാടില്ലായിരുന്നു. അതിനുശേഷം തഫ്സീറുകൾ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എവിടെ വന്നാലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത് മർഹബൻ ഫീമൻ ആതബനി ഫീഹി റബ്ബി, എന്റെ റബ്ബ് എന്നെ ആക്ഷേപിച്ച ഒരാളുടെ വിഷയത്തിൽ ആക്ഷേപിച്ച അയാൾക്ക് സ്വാഗതം, അയാൾക്ക് മർഹബ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ എഴുന്നേറ്റ് ഇബ്നു ഉമ്മി മക്തൂമിനെ സ്വീകരിക്കുമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് പരിഗണിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ നമ്മൾ തന്നെ പ്രവാചക ജീവിതം സീറയുടെ ആ കാലക്രമത്തിൽ വിശദീകരിച്ചപ്പോൾ ഒരുപാട് യുദ്ധങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് തവണ മദീനക്ക് പുറത്തു പോകുമ്പോൾ ഖലീഫയായി പിൻഗാമിയായി മസ്ജിദുൻ നബവിയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പ്രവാചകന് പ്രതിനിധിയായി നിശ്ചയിച്ചത് നമ്മൾ എത്രയോ തവണ പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു. ചില സീറ പണ്ഡിതന്മാർ 13 തവണ എന്ന് വരെ എണ്ണിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്ക് പുറത്തു പോകുമ്പോൾ 13 തവണ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ തന്റെ പ്രതിനിധിയായി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാനും മറ്റും നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം വലിയ ഇങ്ങനെയുള്ള ചില ശാരീരികമായ പ്രയാസങ്ങളുണ്ട്, ന്യൂനതകളുണ്ട്, പരീക്ഷണങ്ങൾ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അവരെ പ്രധാനപ്പെട്ട ഒരുപാട് ദൗത്യങ്ങൾ, ജോലികളൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണ്. അത് മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പുറമെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിൻ എന്നറിയപ്പെട്ട ബാങ്ക് വിളിക്കാരൻ എന്നറിയപ്പെട്ട ആളാണല്ലോ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം. പ്രത്യേകിച്ച് റമദാൻ മാസങ്ങളിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ആദ്യം ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് ബാങ്ക് വിളിക്കുക. എല്ലാവരും ഒരു തഹജ്ജുദിന്റെ ആ ഒരു സമയം, സുബഹി ആയിട്ടില്ല, പക്ഷേ അത്താഴമൊക്കെ കഴിക്കുന്ന ആ ഒരു സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത് കാണാം, ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈൽ, ബിലാൽ ബാങ്ക് വിളിക്കുന്നത് രാത്രിയിലായിരിക്കും, ഫകുലു വശ്റബു ഹത്താ യുനാദി ഇബ്നു ഉമ്മി മക്തൂം. അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചോ, നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം, ഹത്താ യുനാദിയ ഇബ്നു ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് വിളിക്കുന്നത് വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഇബ്നു ഉമ്മി മക്തൂം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം രണ്ടാമത്തെ ബാങ്ക് വിളിക്കാം. സുബഹിയുടെ സമയമായി, ഇനി ഭക്ഷണം കഴിക്കാൻ പാടില്ല, നിർത്താനുള്ള സമയമായി എന്ന് പറയുന്നത് വരെ അദ്ദേഹം അന്ധനായിരുന്നു. മറ്റുള്ള ആളുകൾ പറഞ്ഞ് അതിൻ്റെ ആളുകൾ സുബഹിയായി എന്ന് ഇദ്ദേഹത്തോട് വന്ന് അറിയിച്ച് അങ്ങനെ പറയുമ്പോഴാണ് അദ്ദേഹം ബാങ്ക് വിളിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കുക, ഇമാമത്ത് നിൽക്കുക, പ്രവാചകന്റെ പ്രതിനിധിയായി മദീനയിൽ പള്ളിയിൽ നിൽക്കുക, ഇതൊക്കെ ഏൽപ്പിച്ച മനുഷ്യനായിരുന്നു കാഴ്ചയില്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലുള്ള പരിഗണന, ആളുകളുടെ വിഷയത്തിലുള്ള പരിഗണന അവരുടെ ശാരീരിക ന്യൂനതകളോ സവിശേഷതകളോ ഒന്നും ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. ആളുകൾക്കുള്ള അർഹത, അവരുടെ തഖ്വ, അവരുടെ നല്ല സ്വഭാവം, അവരുടെ ഈമാൻ, അവരുടെ ജീവിതത്തിൽ ഇസ്ലാം മുറുകെ പിടിക്കുന്ന രംഗത്തുള്ള ശ്രദ്ധ, ഇതൊക്കെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പരിഗണനീയമായിട്ടുള്ളത്. അള്ളാഹുവിന്റെ മുമ്പിലും അങ്ങനെ തന്നെയാണ്. ശാരീരികമായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ട് എന്നത് അള്ളാഹുവിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ദീനിന്റെ മുമ്പിലോ ഒന്നും ഒരാളെ ഇകഴ്ത്തി കാണിക്കാനോ പരിഹസിക്കാനോ ഉള്ള മാനദണ്ഡങ്ങളല്ല എന്ന് ചുരുക്കം. എന്ന് മാത്രമല്ല, സാധാരണ ആളുകളെ ഉപദ്രവിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷയുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചു പറഞ്ഞ കാര്യവുമാണ് ഇങ്ങനെ എന്തെങ്കിലും പ്രയാസമുള്ള ആളുകളെ ഉപദ്രവിക്കുക. നമ്മൾ സാധാരണ ഒരു എന്തെങ്കിലും ഒരു പ്രയാസമില്ലാത്ത ആരോഗ്യമുള്ള ഒരാളെ പറ്റിക്കുന്നു, ആരോഗ്യമുള്ള ഒരാളെ നമ്മൾ ഉപദ്രവിക്കുന്നു, അതിനേക്കാൾ കൂടുതൽ ശിക്ഷയാണ് ഇങ്ങനെ എന്തെങ്കിലും ദുർബലത അനുഭവിക്കുന്ന ആളുകളെ ഉപദ്രവിക്കുക, പറ്റിക്കുക എന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു ശപിച്ച കുറേ ആളുകളെ ഇങ്ങനെ എണ്ണി പറഞ്ഞു. മൽഊനുൻ മൻ സബ്ബ അബാ, സ്വന്തം മാതാപിതാക്കളെ, പിതാവിനെ ആക്ഷേപിക്കുന്നവൻ, ചീത്ത പറയുന്നവനെ അവൻ ശപിക്കപ്പെട്ടവനാണ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു. മൽഊനുൻ മൻ സബ്ബ ഉമ്മഹു, സ്വന്തം ഉമ്മയെ ചീത്ത പറയുന്നവൻ, ആക്ഷേപിക്കുന്നവൻ, അവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എണ്ണി പറഞ്ഞു. അല്ലാഹുവിന് വേണ്ടി അല്ലാത്ത, അല്ലാഹുവിന് പുറമെ മറ്റു പലർക്കും വേണ്ടി ബലിയർപ്പിക്കുന്ന ആളുകൾ, അതിര് തെറ്റിക്കുന്ന, മനഃപൂർവ്വം അതിർത്തികൾ, ഒരാളുടെ പുരയിടത്തിന്റെ അതിർത്തി അത് മാറ്റിവെക്കുന്ന ആളുകൾ, അതിർത്തികലുകൾ മാറ്റിവെക്കുന്ന ആളുകൾ, ഇങ്ങനെ കുറേ ആളുകൾ മൽഊനിങ്ങൾ എന്ന് പറഞ്ഞ് എണ്ണി. ശപിക്കപ്പെട്ടവർ, അത് അല്ലാഹുവും റസൂലും ശപിച്ചവർ, അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് മൽഊനുൻ മൻ ഖമഹ അഅ്മാ അൻ തരീഖ്, അന്ധനെ വഴിതിരിച്ചു വിട്ടവൻ, വഴി തെറ്റിച്ചു പറഞ്ഞു കൊടുത്ത് ശരിയായ വഴിക്ക് വിടേണ്ടതിന് പകരം തെറ്റായ വഴി കാണിച്ചു കൊടുത്തവൻ അല്ലാഹു റസൂൽ ശപിച്ചവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സാധാരണ ആളുകളോടുള്ള അത് എല്ലാ കാര്യത്തിലും നമുക്ക് കാണാം. നമുക്ക് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകി,
ആ അനുഗ്രഹം നൽകാത്ത ആളുകളോട് ഉള്ള നമ്മുടെ നിലപാട് സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം നൽകപ്പെട്ട ആളുകളോട് നമ്മൾ സ്വീകരിക്കുന്ന നിലപാടായിരിക്കില്ല. അതിനുള്ള ആ തെറ്റിനുള്ള ഗൗരവവും ശിക്ഷയും ആയിരിക്കില്ല അള്ളാഹു പരീക്ഷണങ്ങൾ നൽകിയ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളോട് നമ്മൾ സ്വീകരിക്കുന്ന നിലപാടിന്. അപ്പോൾ അതിന് കുറച്ചുകൂടി ഗൗരവമുണ്ട്, അവരോടുള്ള പെരുമാറ്റം അത്രയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കൽ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഅദ് റളിയല്ലാഹു അൻഹു വലിയ ഇസ്ലാമിൽ ആദ്യം കടന്നു വന്ന ആളുകളിൽപ്പെട്ട ആളാണ്. അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളിലൊരാളാണ് സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിനൊരു തോന്നൽ, അദ്ദേഹം കുറച്ച് മുസ്ലിങ്ങളിലൊക്കെ മുതിർന്ന സ്വഹാബിയാണ്, മുസ്ലിങ്ങളിലൊക്കെ ഒരു മുൻഗണന ഉള്ള ആളാണ് എന്ന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായിരുന്നു. മറ്റുള്ളവരെക്കാൾ അല്ലെങ്കിൽ ദുർബലരായ പുതുതായി ഇസ്ലാം സ്വീകരിച്ച അല്ലെങ്കിൽ പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന, ഇസ്ലാമിൽ അത്രയൊന്നും സേവനങ്ങൾ അർപ്പിക്കാത്ത ആളുകൾ, അവരെക്കാളൊക്കെ എനിക്ക് കുറച്ച് അർഹതയും അതുപോലെ തന്നെ ഒരു ഫദ്ലിലുള്ള ഒരു ശ്രേഷ്ഠതയ്ക്കുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു തോന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മനസ്സിലാക്കി. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ജനങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു ചോദ്യമുണ്ട്, ഒരു പ്രസ്താവനയും. അതിൽ നമ്മൾ ഇന്നും മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അഥവാ നമുക്ക് യാതൊരു പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ അള്ളാഹു ചില പരീക്ഷണങ്ങൾ നൽകിയ, ചിലപ്പോൾ ദാരിദ്ര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ ചില മറ്റേതെങ്കിലും രൂപത്തിലുള്ള രോഗങ്ങൾ കൊണ്ട പരീക്ഷണം കൊണ്ടാവാം, ഇവരുണ്ടെങ്കിലാണ് ഒരു സമൂഹത്തിന് സുരക്ഷിതത്വം ഉണ്ടാവുക എന്ന പാഠമാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ഇതാണ്, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? നിങ്ങളുടെ കുറെ മേന്മ കൊണ്ട് ആണ് നിങ്ങൾക്ക് അള്ളാഹു സഹായങ്ങൾ നൽകുന്നതെന്നും അള്ളാഹു റിസ്ക് നൽകുന്നതും എന്നുമാണോ നിങ്ങൾ വിചാരിച്ചത്? അല്ല. അള്ളാഹു പലപ്പോഴും നിങ്ങളാകുന്ന സമൂഹത്തെ മൊത്തത്തിൽ സഹായിക്കാനുള്ള കാരണം, വിജയിപ്പിക്കാനുള്ള കാരണം, നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനുള്ള കാരണം, മഴ ലഭിക്കാനുള്ള കാരണം, നിങ്ങൾക്ക് റിസ്ക് ലഭിക്കാനുള്ള കാരണം ഇല്ലാ ബിദുഅഫായിക്കും, നിങ്ങളുടെ ദുർബലരുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മഴ തേടിയുള്ള നമസ്കാരത്തിൽ കന്നുകാലികളെ വരെ കൊണ്ടുപോവുക എന്ന് പറയാനുള്ള യുക്തി, അതിനുള്ള യുക്തിക്ക് പിന്നിലായി പണ്ഡിതന്മാർ പറഞ്ഞൊരു കാരണം അതാണ്. കന്നുകാലികൾക്ക് ഇപ്പോൾ അവർക്ക് ഒരു ബുദ്ധിയോ അല്ലെങ്കിൽ മനുഷ്യനെ പോലെ പ്രാർത്ഥിക്കാനുള്ള കഴിവോ ഇല്ലല്ലോ. നേരെ മറിച്ച് മിണ്ടാപ്രാണികൾ പോലും അവിടെ ഉണ്ട്. അവരും ഈ ഒരു സ്ഥലത്ത് വരൾച്ച ഉണ്ടായി കഴിഞ്ഞാൽ അവരെ അത് ബാധിക്കും. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് അതിന്റെ പേരിലെങ്കിലും നമുക്ക് കിട്ടുക എന്നതാണ് അതിന്റെ പിന്നിലുള്ള യുക്തി. കാരണം അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളാകുന്ന പാപികളാകുന്ന അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അനേകമായിരം ആളുകൾ, അവർക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. ഇങ്ങനെ അള്ളാഹു ഒരുപാട് ദുർബലതകൾ നൽകിയ, പരീക്ഷണങ്ങൾ നൽകിയ സമൂഹത്തിലെ ആളുകൾ, പരിഹാസപൂർവ്വം നോക്കുന്ന ആളുകൾ, ഇവരുടെ പ്രാർത്ഥനയ്ക്കും ഈ ദുഅഫാഉകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ സൂചിപ്പിച്ചത് കാണാം. ഇന്നമാ യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുക ബിദഅയിഫിഹാ, അവരുടെ ദുർബലർ അവരിൽ ഉള്ളത് കൊണ്ട് ആയിരിക്കും. ആളുകൾ ദുർബലരായി കാണുന്ന, താഴ്ന്നവരായി കാണുന്ന ലൈഫുകളായ ആളുകൾ അവരിൽ ഉള്ളത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുക. ബിദഅവതി, അവരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും അള്ളാഹു ഈ ഉമ്മത്തിനെ സഹായിക്കുക. വസലാത്തിഹിം, അവരുടെ നിസ്കാരങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ, വഇഖ്ലാസിഹിം, അവരുടെ ഇഖ്ലാസ്, ഇതുകൊണ്ടായിരിക്കും അള്ളാഹു ഈ ഉമ്മത്തിനെ സഹായിക്കുക എന്ന് ഇമാം നസായി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. അപ്പോൾ ഒരു മുസ്ലിങ്ങൾ എന്ന മൊത്തം സമൂഹത്തിന് അള്ളാഹു റസൂൽ ഈ ഹദീസിലൂടെ നൽകുന്ന കാഴ്ചപ്പാട് എത്രത്തോളം വലുതാണ്. മറ്റേത് മതസമൂഹമാണ്, മറ്റേതൊരു സംസ്കാരമാണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഒരു സമൂഹത്തെ പഠിപ്പിക്കുന്നത്? സമൂഹത്തിൽ ആളുകൾ എപ്പോഴും അവഗണിച്ചു തള്ളുന്ന ആളുകളെ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ, തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച ജാബിർ റളിയല്ലാഹുവിന്റെ ഹദീസിലൂടെ ഒക്കെ പഠിപ്പിക്കുന്നത് കാണുമ്പോൾ ഒരു മുസ്ലിം ഉമ്മത്ത് എന്ന നിലയിൽ മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടമകൾ, അള്ളാഹു എന്തെങ്കിലും നമുക്ക് ഒരു പരീക്ഷണം നൽകിയാൽ അതിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ, ഇതൊക്കെയും നമ്മൾ പഠിപ്പിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ ശരിയായ നിലപാടുകൾ സ്വീകരിച്ചാൽ, ഇവരൊക്കെ പരിഗണിച്ചാൽ അള്ളാഹു നമ്മളാകുന്ന മൊത്തം സമൂഹത്തിന്, മുസ്ലിം ഉമ്മത്തിന് അതിൻ്റെതായ ഗുണങ്ങൾ നൽകും എന്നൊരു പാഠം കൂടി നമുക്ക് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് കാണാം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കണ്ടാൽ, പ്രത്യേകിച്ച് രോഗം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അള്ളാഹുവിന്റെ പരീക്ഷകൾ, ബുദ്ധിമുട്ടുകൾ, ഇബ്തിലാഉകൾ, ബലാഉകൾ, മുസീബത്തുകൾ ഒക്കെ അനുഭവിക്കുന്ന ആളുകളെ കണ്ടാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മുബ്തലൻ, ആരെങ്കിലും ഒരു ബലാ ബാധിച്ച ഒരു മുബ്തലയായ ഒരു മനുഷ്യനെ കണ്ടു, ഇങ്ങനെയുള്ള ഏതെങ്കിലും പരീക്ഷണം ബാധിച്ച ഒരു മനുഷ്യനെ കണ്ടു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചു.
എങ്കിൽ അങ്ങനെ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ലം യുസിബ്ഹു ദാലിക്കൽ ബല, അയാളെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ആ മുസീബത്ത്, ആ ബല ഇയാൾ ഒരിക്കലും ബാധിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സ്വഹീഹായ ഹദീസാണ്. അപ്പൊ ഏതാണ് ആ പ്രാർത്ഥന? അത് നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഒരാളെ കണ്ടാൽ ഈ പ്രാർത്ഥന, ഈ ഹദീസ് പഠിപ്പിച്ചു, ഈ ഹദീസ് ഉദ്ധരിച്ചു എന്ന് മാത്രമല്ല, ഈ പ്രാർത്ഥന ചൊല്ലേണ്ട അദബുകൾ പോലും പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒരാളെ കണ്ടു, എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന, പരീക്ഷയിൽ ഏർപ്പെട്ട ഒരാൾ, അയാൾ നമ്മൾ കാണുമ്പോൾ അയാളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും ഉച്ചത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പാടില്ല. അത് അയാൾക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നേ ഉള്ളൂ. അത് അയാൾക്ക് തോന്നരുത്, അയാൾക്ക് മനസ്സിലാവരുത് എന്നെ കണ്ടപ്പോഴാണ് ഈ പ്രാർത്ഥന അയാൾ പ്രാർത്ഥിച്ചത്. അപ്പോൾ ശബ്ദം താഴ്ത്തി, അല്ലെങ്കിൽ നമുക്ക് മാത്രം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മളൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ സമൂഹത്തിൽ എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കണ്ടേക്കാം. അപ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാവുന്നു സർവസ്തുതി. അല്ലദീ ആഫാനി, എനിക്ക് ആഫിയത്ത് നൽകിയ അല്ലാഹുവിനാകുന്നു. ആഫ എന്ന് പറഞ്ഞാൽ ആഫിയത്ത് നൽകി. എനിക്ക് ആഫിയത്ത് നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഏതിൽ നിന്ന്? മിമ്മ ഇബ്തലാക ബിഹി, അയാളെ, നിന്നെ, ആ വാചകങ്ങൾ നിന്നെ, ഈ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്നയാൾ, താങ്കളെ താങ്കൾക്ക് അല്ലാഹു നൽകിയ ഈ ഇബ്തിലാ, ഈ ബലാ, അതെനിക്ക് നൽകാതെ അതിൽ നിന്ന് എനിക്ക് സൗഖ്യം നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വഫദ്ദലനി, അത് മാത്രമല്ല എനിക്ക് ഫദ്ല് നൽകിയ, എനിക്ക് മഹത്വം, ശ്രേഷ്ഠത നൽകിയ, അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല, നിന്റെ സൃഷ്ടികളിൽ അല്ലാഹുവേ നീ സൃഷ്ടിച്ച ഒരുപാട് സൃഷ്ടികളിൽ ആ സൃഷ്ടികളെക്കാൾ എനിക്ക് ഫദ്ല് നൽകിയ, ശ്രേഷ്ഠത നൽകിയ, ഈ ഇങ്ങനെയുള്ള പരീക്ഷകളിൽ പെടുത്താതെ എനിക്കൊരു സംരക്ഷണം നൽകിയ അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതികളും എല്ലാ ഹംദുകളും എന്നതാണ് ഈ ഒരു പ്രാർത്ഥന. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ബലാ ഒരിക്കലും ഈ പ്രാർത്ഥിച്ച മനുഷ്യന് ഉണ്ടാവുകയില്ല എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകരമായി ലഭിക്കുന്നതായി പഠിപ്പിച്ചത്. പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഇങ്ങനെയുള്ള എന്തെങ്കിലും പരീക്ഷണങ്ങൾ നമുക്ക് ബാധിച്ചാലും, ഇനി നമ്മുടെ പരിചയക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന മേഖലയിൽ ആർക്കെങ്കിലും ഉണ്ടായാലും, നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ മുസീബത്തുകൾ നമുക്ക് ബാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പ്രാർത്ഥനയുടെ വിഷയത്തിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറുള്ളത്, അന്ന് ആ സമയത്തുള്ള സാഹചര്യം, ആ സമയത്തുള്ള മനോവിഷമം, അല്ലെങ്കിൽ ആ സമയത്തുള്ള ഒരു മനുഷ്യനുണ്ടാകുന്ന ദേഷ്യം, വേദന, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് ഒരു പക്ഷേ ഒരു മനുഷ്യൻ അവനെതിരായി തന്നെ ചിലപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ മോശപ്പെട്ട പ്രാർത്ഥനകൾ, ഷർറായ പ്രാർത്ഥനകൾ നടത്താറുണ്ട്. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് സന്ദർശിക്കാൻ വേണ്ടി, ആ ജനാസയുടെ കർമ്മങ്ങൾക്ക് വേണ്ടി വന്ന സന്ദർഭം ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടത് കാണാം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് സ്വഹാബിമാർക്ക് നൽകിയൊരു ഉപദേശമാണ്. അത് എന്ത് മുസീബത്തുണ്ടായാലും, അല്ലെങ്കിൽ എന്ത് നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായാലും പ്രാർത്ഥനയുടെ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പ്രത്യേകിച്ച് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളെയോ ഇങ്ങനെ ഒരു പരീക്ഷണം നൽകിയെന്നിരിക്കട്ടെ, അല്ലാഹു നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസി അല്ലാഹുവിൻ്റെ എതിരെയോ അല്ലെങ്കിൽ സ്വന്തം തനിക്കെതിരെയോ ഒക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അയാൾക്ക് തന്നെ നാശം വരുത്തി വെക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരെ പഠിപ്പിച്ചതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തദഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ, നിങ്ങൾക്ക് എതിരായി പ്രാർത്ഥിക്കരുത്. സ്വയം ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അല്ലാഹു എന്ന് വിളിച്ചുള്ള പ്രാർത്ഥനയാണ്. ചില വാക്കുകൾ നമ്മളിൽ നിന്ന്, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ചില കാര്യങ്ങൾ, ഒരു പ്രാർത്ഥന പോലെയുള്ള ചില കാര്യങ്ങൾ, അത് സംഭവിക്കട്ടെ എന്ന് പോലെയുള്ള വാചകങ്ങൾ, അങ്ങനെയുള്ളത് നിങ്ങൾ പറയരുത്. നിങ്ങൾ സ്വന്തത്തിന് വേണ്ടി പറയുന്നെങ്കിൽ അത് ഖൈറല്ലാതെ നിങ്ങൾ മറ്റൊന്നും പറയരുത്. ഷർറ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും വരട്ടെ, മരിച്ചു പോകട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിപ്പോകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും സ്വന്തത്തിനെതിരെ നിങ്ങൾ പറയരുത്. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ തീർച്ചയായും ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അത് ഖൈറായാലും ഷർറായാലും ഒരു പക്ഷേ ആ സമയത്ത് മലക്കുകൾ ആമീൻ അതുമായി യോജിച്ചു വരികയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന നമുക്ക് എതിരായി സംഭവിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകാം.
അപ്പോൾ ഒരു മുഅ്മിൻ ഒരിക്കലും ഈ സന്ദർഭങ്ങളിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അള്ളാഹുവിൽ നിന്നുള്ള ഖൈർ, നാളെ പരലോകത്തുള്ള ക്ഷമ അവലംബിച്ചാൽ ഉണ്ടാകുന്ന പ്രതിഫലം, സ്വർഗം അള്ളാഹു ഈ പരീക്ഷണത്തിന് പകരമായി വാഗ്ദാനം ചെയ്തത് കൊതിക്കുകയും ആഗ്രഹിക്കുകയും ഇതിൽ ഈ ദുനിയാവിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലുണ്ടായ തെറ്റുകുറ്റങ്ങളും നമ്മുടെ കുറെ അള്ളാഹുവിനുള്ള ധിക്കാരങ്ങളുമൊക്കെ ഈ ദുനിയാവിൽ തന്നെയുള്ള ഈ കുറഞ്ഞ സമയത്തുള്ള വേദന കൊണ്ട് അല്ലെങ്കിൽ ഈ പരീക്ഷണം കൊണ്ടങ്ങ് പോവുകയാണെങ്കിൽ അത് മാക്സിമം ഈ ദുനിയാവിൽ തന്നെ തീർന്നു. നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹദീസിൽ പറഞ്ഞതുപോലെ ഈ ഭൂമുഖത്ത് ഒരു തിന്മ പോലും അവശേഷിക്കാതെ ശുദ്ധനായി ഒരു പാപവും ഇല്ലാതെ ഭൂമുഖത്തോട് സഞ്ചരിക്കുന്ന ആളായി മാറി നാളെ പരലോകത്ത് യാതൊരു ബാധ്യതകളുമില്ല. അവിടെ പിന്നെ നന്മകൾ മാത്രമുള്ള മനുഷ്യരായി വരുന്നുവെങ്കിൽ അതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് എന്നത് ചിന്തിക്കുകയും ആലോചിക്കുകയും അത് റബ്ബിനോട് പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത് എന്ന് നമ്മളെല്ലാവരും ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അബ്ബാസ് റളിയല്ലാഹു അൻഹു, സ്വന്തം പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം രോഗബാധിതനായി കിടന്നു. രോഗം ബാധിച്ചു. അദ്ദേഹത്തിന് തന്നെ സ്വയം തോന്നി ഞാൻ ഏതായാലും ഈ രോഗത്തോടു കൂടി മരിക്കും. പക്ഷെ അദ്ദേഹം മരിച്ചില്ല. പക്ഷെ അങ്ങനെ ഒരു രോഗം ബാധിച്ച അദ്ദേഹം കിടപ്പിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് എന്നാണ് കാണാൻ പറ്റും. സ്വന്തം പിതൃവ്യനാണ്, ഒട്ടേറെ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്ത മനുഷ്യനാണ് അബ്ബാസ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ബാസ് ലാ തതമന്നൽ മൗത്ത്, എൻ്റെ പിതൃവ്യ, നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത്, അഥവാ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കരുത്, ഇതോടുകൂടി അങ്ങ് തീർന്നു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കരുത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഇൻ കുൻത മുഹ്സിനൻ, അബ്ബാസ് നിങ്ങൾ ഇതുവരെ ജീവിച്ചത് നല്ലൊരു മുഹ്സിനായ ഇഹ്സാൻ ചെയ്ത നന്മയുള്ള ഒരു ജീവിതമാണെങ്കിൽ എന്ത് ചെയ്യാം, ഇനി അള്ളാഹു ആയുസ് നീട്ടി തന്നാൽ ആ നന്മയിലേക്ക് പിന്നെയും ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം, അത് വർദ്ധിപ്പിക്കാം. അത് നിങ്ങൾക്ക് അതാണല്ലോ നിങ്ങൾക്ക് നന്മ. ഇനി അബ്ബാസ്, ഇനി നിങ്ങൾ ഇതുവരെ ജീവിച്ച ജീവിതം കുറെ തിന്മകളുണ്ട്, ഒരു മുസീആണ്, കുറെ സയ്യാത്തുകളുണ്ട്, കുറെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങാനുള്ള സമയമാണ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത്. അതിൽ നിന്ന് മാറി നന്മയിലേക്ക് മാറാനുള്ള സമയമാണ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഖൈറായി തന്നെ മാറുകയുള്ളൂ. അതുകൊണ്ട് അബ്ബാസ് ലാ തതമന്നൽ മൗത്ത്, നിങ്ങൾ മരിക്കണം എന്ന് കൊതിക്കരുത് എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. അപ്പോൾ ഒരു മുഅ്മിൻ ഏത് സന്ദർഭത്തിലും ഈ ഒരു മാതൃക മുറുകെ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൽപ്പനകൾ, ഈ അധ്യാപനങ്ങളാണ് സ്വീകരിക്കേണ്ടത്. നാം തുടക്കത്തിലെ ഉദ്ധരിച്ച ഹദീസുകൾ പോലെ അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതകരമാണ്. ഈ ദുനിയാവിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി നമുക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തന്നു. ഈ ദുനിയാവ് പരീക്ഷണശാലയാണെങ്കിൽ ആ പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള പ്രാർത്ഥനയുമായി പിന്നെ മുന്നോട്ട് പോവുക എന്നതാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഏർപ്പെടുന്ന ആളുകളെ കാണുമ്പോഴുള്ള പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. അത് നമ്മൾ മനപ്പാഠമാക്കി വെക്കുക. അത് അർത്ഥം പറഞ്ഞു തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചൊല്ലാനും ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരിച്ചര്യകൾ, ആദർശങ്ങൾ, നിലപാടുകൾ, സ്വഭാവങ്ങൾ, മര്യാദകൾ, ഓരോ ആളുകളുമുള്ള പെരുമാറ്റങ്ങൾ, അതൊക്കെയും നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ ആളുകളുമായി ആ ഒരു പ്രവാചക ചര്യയുടെ, ആ സുന്നത്തിന്റെ ആ സൗന്ദര്യം ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ലൊരു മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വഹദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.